പ്രിയപ്പെട്ടവരെ നമസ്കാരം. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പും വില്ലും ഒലക്കയുടെ മൂട് എന്ന് പറഞ്ഞതുപോലെ എം.ആർ. അജിത് കുമാർ, സുജിത് ദാസ്, മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഉൾപ്പെടുന്നവർ സ്വർണ്ണക്കടത്തിൽ പങ്കുപറ്റുന്നുവെന്നും കേരളത്തിലെ പ്രധാന ആഘോഷമായ തൃശൂർ പൂരം സംഘപരിവാറിന് വേണ്ടി കലക്കാൻ കേരളത്തിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നു എന്നുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് പി.വി. അൻവർ ഉന്നയിച്ചത്. അതിന്റെ പേരിലാണ് അദ്ദേഹം രാജിവെച്ചത്. ഇപ്പോൾ കേരളത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പക്ഷെ ആ ഉപതെരഞ്ഞെടുപ്പിൽ എത്രത്തോളം ഈ വിഷയങ്ങൾ ചർച്ചയായി എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. പകരം എന്താണ് അവിടെ ചർച്ച ചെയ്യുന്നത്? ജമാഅത്തെ ഇസ്ലാമി, വെൽഫെയർ പാർട്ടി, മുസ്ലിം തീവ്രവാദം. ഇത് ആരാണ് ഈ ചർച്ച ഉണ്ടാക്കി വെച്ചത് എന്നുള്ളത് കേരളത്തിലെ എല്ലാവർക്കും അറിയാം. നമുക്കറിയാം. കാരണം പ്രധാനപ്പെട്ട ഈ വിഷയങ്ങൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകരുത് എന്ന് ഉദ്ദേശിക്കുന്നവരാണ് പകരം ഈ ചർച്ച കൊണ്ടുവരുന്നത്. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ അൻവറിന് പ്രസക്തിയില്ല എന്ന് എനിക്കറിയാം. പക്ഷെ അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ ഇപ്പോഴും കേരളത്തിലും പ്രത്യേകിച്ച് മലപ്പുറത്തും നിലമ്പൂരിലും പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ നിലമ്പൂരിലെ വോട്ടർമാർ കൃത്യമായി ഭരണകൂടത്തിനെതിരെ വോട്ട് ചെയ്യും എന്നുള്ളതാണ് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതെല്ലാവർക്കും നന്ദി, നമസ്കാരം.